അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ച് ദുആകളും ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ ഓതാനുള്ള ദുആ ആണ് അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹി നുശൂർ. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതേണ്ട ദുആ ആണ് അല്ലാഹുമ്മ ബിസ്മിക അമൂതു വ അഹ്യ. ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ ഓതാതെ എണീക്കുമായിരിക്കും അറബി കാരണം, അല്ലെങ്കിൽ ചിലർക്ക് ഇത് ഓതാൻ അറിയത്തില്ലായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. നമ്മുടെ ഫോണിലെ ലോക്ക് സ്ക്രീനിലെ വാൾപേപ്പറാക്കി ഈ 2 ദുആകളും ഇടണം. നമ്മൾ എപ്പോഴും എണീക്കുമ്പം ഫോൺ നോക്കിയായിരിക്കും എണീക്കുന്നത്, അലാറം ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ സമയം എത്രയെന്നോ നോക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഈ ദുആ ഓതിക്കൊണ്ട് എണീക്കാൻ പറ്റും. ഞാൻ രാവിലെ 3:30-ക്കാണ് എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എപ്പോഴും ഈ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ഖുർആൻ ഓതാനും നിസ്കരിക്കാറൊക്കെ ഉള്ളത്. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഞാൻ പിന്നെ ഉറങ്ങും. പിന്നെ 5:30-ക്ക് എണീറ്റിട്ടാണ് സുബഹി നിസ്കരിക്കുന്നത്. സുബഹി നിസ്കരിച്ചിട്ട് ഞാൻ കുറച്ച് ദിക്റുകളും ദുആകളും പിന്നെ 4 പേജ് ഖുർആനും ഓതാറുണ്ട്. ഞാൻ ഓതാറുള്ള ദുആകളൊക്കെ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞു തരാം. നിസ്കാരമൊക്കെ കഴിയുമ്പോൾ ഞാൻ പിന്നെ ബെഡ്ഷീറ്റൊക്കെ മടക്കി ബെഡ് ക്ലീനാക്കി വെക്കും. അപ്പോഴത്തേക്കും ന്യൂസ് പേപ്പറൊക്കെ വന്നാണ്. അങ്ങനെ ഞാൻ ന്യൂസ് പേപ്പർ പോയി എടുക്കും. പിന്നെ ഞാൻ ജനലൊക്കെ തുറന്നിടും. ജനൽ തുറക്കുമ്പോൾ തന്നെ എന്നും ഈ പൂച്ച ഇവിടെ കാണാറുണ്ട്. എപ്പോഴും കുറേ പൂച്ചകൾ നമ്മളെ വീട്ടിൽ വരും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചായ കുടിച്ചു. ചായയുടെ കൂടെ ഒന്ന് കേക്കുമായിരുന്നു കഴിക്കാൻ. ചായയൊക്കെ കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ ഞാൻ മുടിയിൽ എണ്ണ തേച്ച് വെക്കാറുണ്ട്. രാവിലെ തന്നെ എണ്ണ തേക്കുമ്പോൾ മുടിയിൽ നല്ലപോലെ എണ്ണ പിടിക്കും. وفوق الروابي وعند القمر ويا من تحب غياب الوفاء. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കൊഞ്ചുകറിയായിരുന്നു കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്തു. നമ്മളിപ്പോൾ ഓരോ ജോലികളൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് നെയ്യത്ത് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ഇബാദത്തായിട്ട് മാറും. ജോലി മാത്രമല്ല, നമ്മൾ പഠിക്കുന്നതായാലും നമ്മൾ യാത്ര പോകുന്നതായാലും എല്ലാത്തിനും നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് നെയ്യത്ത് വെക്കണം. ഈ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു വെളിയിൽ. എൻ്റെ ഇത്ത ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കിയിരുന്നു. ഈ സമയത്ത് ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് ഗസ്റ്റ് വരും. എനിക്ക് 2 ഇത്താമാരാണുള്ളത്. എൻ്റെ രണ്ടാമത്തെ ഇത്താടെ സിസ്റ്ററിൻ്റെ കല്യാണം ഇപ്പോഴാണ് കഴിഞ്ഞത്. അപ്പോൾ അവരൊക്കെയാണ് വരുന്നത്. ويا من تحب غياب الوفاء أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحر. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കഴുകി വെച്ചു. أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون. ഇത് നമ്മൾ രാവിലെ ജനൽ തുറന്നപ്പോൾ കണ്ട പൂച്ചയാണ്. എപ്പോഴും ഇത് ഇവിടെയൊക്കെ തന്നെ കാണും. എനിക്ക് പണ്ട് ഒരുപാട് പൂച്ചകളുണ്ടായിരുന്നു. 9ാം ക്ലാസ് തൊട്ടേ ഞാൻ പൂച്ചകളെ വളർത്താൻ തുടങ്ങിയതാണ്. ഒരു 20 കൂടുതൽ പൂച്ചയെങ്കിലും എനിക്കുണ്ടായിരുന്നു. നമ്മളിപ്പോൾ താമസിക്കുന്നത് ഇത്ത PG ചെയ്യുന്ന കോളേജിൻ്റെ അടുത്താണ്. ഇത്താക്ക് ഒരു കുഞ്ഞു മോളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് മാത്രമേ ഇപ്പം നമ്മളെ വീട്ടിൽ പോകാറുള്ളൂ.
ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫേസ് മാസ്ക് ഇടാറുണ്ട്. ഇത് ഞാൻ പൊട്ടറ്റോ സ്റ്റാർച്ചും റൈസ് പൗഡറും വെച്ചുണ്ടാക്കിയതാണ്. ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ കുറേ നാൾ യൂസാക്കാൻ പറ്റും. ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നഖത്തിൽ മൈലാഞ്ചി ഇട്ട്. എനിക്കെപ്പോഴും നഖം ചുമന്ന് കിടക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഞാൻ കുളിച്ചു. എപ്പോഴും ളുഹറിന് മുമ്പേ ഞാൻ കുളിക്കാറുണ്ട്. കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഉണക്കാനിട്ടിരുന്ന തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു. അതൊക്കെ മടക്കി വെച്ചു. പിന്നെ ഇത് വേറൊരു പൂച്ചയാണ്. ഇത് നമ്മളെ വീട്ടിൽ എപ്പോഴും കാണാറുണ്ട്. ഇനി വേറൊരു പൂച്ചയും കൂടെ ഉണ്ട്. അത് രാവിലെ കാണത്തുള്ളൂ. ഇതൊക്കെയാണ് ഇന്ന് ഉച്ചക്കത്തെ ഫുഡ്. ഇതെല്ലാം എൻ്റെ ഉമ്മ ഉണ്ടാക്കിയതാണ്. ഗസ്റ്റൊക്കെ വരുന്നതുകൊണ്ടാണ് ഇത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്. ഇതെൻ്റെ രണ്ടാമത്തെ ഇത്ത വന്നപ്പോൾ കൊണ്ടുവന്ന റംബൂട്ടാനാണ്. ഇത്തയുടെ വീട്ടിൽ റംബൂട്ടാൻ്റെ മരമുണ്ട്. أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر. എൻ്റെ മൂത്ത ഇത്തയുടെ മോൾക്ക് 6 മാസമായി. അപ്പോൾ ഇത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടി വാട്ടർ മെലണിൽ ഉണ്ടാക്കിയ കേക്കാണിത്. ഇനി ഞാൻ എന്നും ഓതാറുള്ള ദുആകൾ പറഞ്ഞു തരാം. ഞാൻ എല്ലാ നിസ്കാരത്തിന് ശേഷവും എപ്പോഴും ഓതാറുള്ള ഒരു ദുആ ആയത്തുൽ കുർസിയാണ്. ഇത് സൂറത്തുൽ ബഖറയുടെ ഒരു ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഫർള് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി പതിവായി ഓതിയാൽ അവന് മരണമല്ലാതെ ഒന്നും സ്വർഗത്തിൽ പ്രവേശിക്കാൻ തടസ്സമില്ലെന്ന്. പിന്നെ ഞാൻ ഓതാറുള്ളത് ആമന റസൂലാണ്. ഇത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്താണ്. പിന്നെ ഞാൻ ഓതാറുള്ളത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആരെങ്കിലും രാവിലെ ഇത് ഓതിയിട്ട് വൈകുന്നതിന് മുമ്പ് മരിച്ചാൽ അവൻ സ്വർഗത്തിലായിരിക്കും. പിന്നെ രാത്രി ഇത് ഓതിയിട്ട് രാവിലേക്ക് മുമ്പ് മരിച്ചാലും അയാൾ സ്വർഗത്തിലായിരിക്കും. പിന്നെ ഈ ദുആ മനസ്സിലുള്ള പേടികളും വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്ത ദുആയാണ്. ഈ ദുആ ഞാൻ ഓതാറുണ്ട്. ഇത് ഖബറിലെ ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ഉത്തരം പറയാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ദുആ ആരെങ്കിലും രാവിലെയും വൈകിട്ടും ചൊല്ലിയാൽ അവന് സ്വർഗ്ഗം ഉറപ്പാണെന്ന്. പിന്നെ ഈ ദുആ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ള ദുആയാണ്. ഈ ദുആ സിറാത്ത് പാലത്തിൽ കൂടി എളുപ്പത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ ദുആ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് സ്വർഗത്തെ ചോദിക്കുന്നതും നരകത്തിലെ തീയിൽ നിന്ന് സംരക്ഷണം ചോദിക്കുന്നതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും 3 പ്രാവശ്യം ഈ ദുആ ഓതിയാൽ സ്വർഗം പറയും, അള്ളാഹുവേ സ്വർഗത്തിലേക്ക് അവനെ കയറ്റാൻ. നരകത്തിലെ തീ പറയും, അള്ളാഹുവേ തീയിൽ നിന്ന് നീ അവനെ സംരക്ഷിക്കാൻ. ഈ ദുആ നമുക്കും നമ്മുടെ പേരൻസിനും മുഅ്മിനീങ്ങൾക്കും വേണ്ടി നമ്മൾ പാപമോചനം ചോദിക്കുന്ന ദുആ ആണ്. ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ളയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ വേണ്ടിയുള്ള ദുആയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.